എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഒരു സിനിമാ ഗാന ആലാപത്തോട് കൂടിയിട്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം എന്ന് വിചാരിക്കണം. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവരെൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? മുൻ കേരള മുഖ്യമന്ത്രി അഥവാ മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളെ രണ്ടാം കെട്ട് കെട്ടിയ സഖാവ് മുഹമ്മദ് റിയാസിൻ്റെയും വീടുകൾ എൻഫോഴ്സ്മെൻറ്റുകാർ എന്ന് പറയുന്ന പരമനീചന്മാർ റെയ്ഡ് നടത്തുകയാണ്. കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ നാണല്ലോ. കാരണവും വളരെ വ്യക്തമാണ്. ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ കരിമണൽ കർത്താവിൻ്റെ CMRലുമായി ഉണ്ടാക്കിയ കൂട്ടുകച്ചവടത്തിൽ ഈ പിണറായി വിജയൻ്റെ മകളും അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെ ധർമ്മപത്നിയുമായിരിക്കുന്ന വീണ വിജയന് അവസാനം കാശ് കിട്ടി എന്നാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കിട്ടിയ കാശിന് വീണ GST അടച്ചിട്ടുണ്ട്. ഈ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന് പറഞ്ഞ പോലെ അവിഹിതമായി കൈപ്പറ്റിയ പണത്തിന് GST അടച്ചാൽ പിന്നെ അതിന് പാപമില്ല, കുറ്റമില്ല എന്ന് വേണമെങ്കിൽ ചെയ്യാം. അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ ആണോ? ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വീട് കൊള്ളയടിച്ചിട്ട് ഒരു 50 ലക്ഷം രൂപ കിട്ടി വെച്ചു, ഉടനെ തന്നെ അതിൻ്റെ GST കൊണ്ട് അടച്ചാൽ മതി. പിന്നെ പോലീസുകാർ വരുമ്പോൾ പറയാം, എന്താ ഞാൻ GST അടച്ച പൈസയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് തൊടാൻ പറ്റുകയില്ല. അതിന് ഞാൻ ഇൻകം ടാക്സും അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് എൻ്റെ അടുത്ത് അത് തിരിച്ചു പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിക്കും. അതുപോലത്തെ ലോജിക്കാണ് പിണറായി സഖാവ് പറഞ്ഞത്. തമാശ പറയല്ലേ ചന്ദ്രൻപിള്ളേ, എന്റെ സ്വഭാവം അറിയാൻ നീചന്മാർ ചാടി വീണു. പക്ഷേ ED കണ്ടാലും അവരുടെ പിപ്പിടി വിദ്യ കണ്ടാലോ വിജയൻ സഖാവ് പേടിക്കും. നിൽക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അദ്ദേഹം എന്തൊക്കെ അഗ്നിപരീക്ഷകൾ നേരിട്ട ആളാണ്. ഈ ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ച് കുമ്പക്കുടി സുധാകരൻ ഓടിച്ച ആളാണ് വിജയൻ സഖാവ്. പിന്നെ RSSകാരൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നിർഭയനായിട്ട് നടന്നുപോയ ആളാണ്. വീരശൂര പരാക്രമിയായ അച്യുതാനന്ദ സഖാവിനെ ചൂടുവരൽ ഒറ്റ ചൂടൽ കൊണ്ട് നിർത്തി നിസ്തേജനാക്കി പറഞ്ഞു വിട്ട ആളാണ്. അതാണ് നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് മലപ്പുറം സമ്മേളനം ഓർമ്മയില്ലേ? അത് മലയാള മനോരമ എഴുതിയത് വിജയൻ മിന്നൽ പിണറായി എന്നാണ്. അങ്ങനെ മിന്നൽ പിണറായ നമ്മുടെ സഖാവിനെ ആർക്കെങ്കിലും തോപ്പിക്കാൻ പറ്റുമോ? സഖാവിനെ ആരും ആരും തോപ്പിക്കാൻ പറ്റില്ല. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം നാട്ടുകാർ ബോധ്യപ്പെടാൻ. മനസ്സിലായോ? നിയമവിരുദ്ധമായിട്ട് തടങ്കൽ വെക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നീക്കിയത്. ആ നീക്കുന്നതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയാണ്. ജനകീയമായ വമ്പിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റമാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടേ അല്ല, എല്ലാവരും കൊണ്ട് ഇറങ്ങുകയാണ്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതാണ് ഉണ്ടായത്. അതിനിയും അതിശക്തിയായിട്ട് തുടരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും തുടരും, ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അതാണ് പിണറായിക്കെതിരായിട്ടൊരു കേസില്ല. കേസ് പിണറായിയുടെ മതവുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ CPIM നേതാവിനെതിരായിട്ടാണ് കടന്നാക്രമണം നടത്തുന്നത്. കേസ് പിണറായിയുടെ മതവുമായി ബന്ധപ്പെട്ടാണ്. നീ ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ആ പ്രതിരോധം ഇനിയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. സമാധാനപരമായിട്ടാണ് എല്ലാ പ്രതിഷേധവും രേഖപ്പെടുത്തി മുമ്പോട്ടേക്ക്. വനിതയടക്കമുണ്ട് ആ സംഘത്തിൽ. അവരെ ഇപ്പോൾ കൂക്കി വിളിക്കുകയാണ് CPIM പ്രവർത്തകർ പുറത്തു നിന്നുകൊണ്ട്. ഇപ്പോൾ കേന്ദ്രസേന ഉദ്യോഗസ്ഥരുമുണ്ട്. അവർക്ക് ഇവരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്.
ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ കൂക്കി വാഹനത്തിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്, ചില്ല് തകർത്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായി പോകുന്ന വാഹനം തകർത്തിരിക്കുകയാണ്. താനൊക്കെ എന്ത് തരം മണ്ടന്മാരാണോ? ഹൈ റേഞ്ചിലെ ബെസ്റ്റ് ആണ് സർ. ആ വാഹനത്തിൽ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ CPM പ്രവർത്തകർ നമ്മളിപ്പോൾ കാണുന്നത് അതിന്റെ ചില്ല് തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ അക്രമാസക്ത ായി പുറത്തെത്തിക്കാനാകാത്തത് പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ്. ED സംഘത്തെ ആക്രമിച്ച പ്രതികളെ തേടി പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ പോലീസ് സംഘത്തെയും CPM തടഞ്ഞു. 7 പ്രതികളെ ഒടുവിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ശ്രാവൺ കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. എന്ന് പറയുന്ന 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസ് പറയുന്നത്. ബാക്കി അറസ്റ്റുകൾ ഉടൻ ഉണ്ടാവും. എന്നാലും ഇന്ന് പ്രശ്നം കൂടുതൽ വഷളാവും. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാടിച്ച. 468, 420, 120B അങ്ങനെ നിറയെ വകുപ്പുകളാ. എല്ലാരും അകത്താവും, ഉറപ്പാ. ഞാൻ ആഗ്രഹിക്കുകയാണ്, CPIM പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധിയാവും, MLA ആവും, മന്ത്രിയാവും, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവും എന്നൊന്നും കരുതിയിട്ടല്ല പ്രവർത്തിച്ചത്. പക്ഷെ ഒന്ന് കരുതിയിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ആ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏത് തരത്തിലുള്ള ഭീഷണി വന്നാലും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? എന്ന് കരുതിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ട് ആഗ്രഹിക്കുന്നത്. സാറ് പേടിക്കാതിരി. ഒന്ന് പകച്ചു പോയാൽ പിന്നെ മനുഷ്യന് 10 പൈസയ്ക്ക് കൊള്ളത്തില്ല. പേടി എനിക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, തുടരാൻ അനുവദിക്കുകയായിരുന്നു. 2015 മുതൽ 2023 വരെയുള്ള 15 വർഷത്തിനിടയിലാണ് CMRL 182 കോടി രൂപയുടെ വ്യാജ ചെലവ് രേഖപ്പെടുത്തിയത്. ഇതിൽ 91 കോടി രൂപയും കരിമണൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന്റെ പേരിലാണ്. 2,78,00,000 രൂപയാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് നൽകിയത്. ഈ വ്യാജ ചെലവ് ഇടപാടിലെ കള്ളപ്പണ ഇടപാടാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക പരിശോധന എന്നാണ് ED വ്യക്തമാക്കുന്നത്. പരിശോധനയിൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള നിക്ഷേപങ്ങളുടെ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ എന്നിവ പിടിച്ചെടുത്തെന്നാണ് ED വ്യക്തമാക്കുന്നത്. 2.5 മണിക്കൂറോളം വീണയുടെ മൊഴിയും രേഖപ്പെടുത്തി. ഇതെല്ലാം പരിശോധിച്ച ശേഷമാകും ഇനിയുള്ള നീക്കങ്ങൾ. ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്